തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ചിമ്മിനിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആദ്യം എൻട്രി ഫീസ് അടച്ചിട്ട് കയറുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്കോ ഷോപ്പിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത്. ഈ ട്രക്കിങ്ങിന്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് പെർ പേഴ്സൺ 200 രൂപയാണ്. മിനിമം 3 ആളുണ്ടായിരിക്കണം. അപ്പോൾ 600 രൂപയാണ് നമുക്ക് മിനിമം. അതായത് ഇപ്പോൾ സിംഗിൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതെല്ലാം 3 പേരാണെങ്കിലും നമുക്ക് 600 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ തൊട്ട് ബാക്കിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ വന്ന വേറൊരു ടീമും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. കുഞ്ഞുമോൾ എന്നാണ് ഈ ചേച്ചിയുടെ പേര് വന്നിട്ട്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഗൈഡുകളൊക്കെ പുരുഷന്മാരാണ്. പക്ഷെ ഇവിടെ ചിമ്മിനിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു 90% ഗൈഡുകളും ചേച്ചിമാർ തന്നെയാണ് കേട്ടോ. നിറയെ മൃഗങ്ങളൊക്കെയുള്ള ഒരു കാട്ടിക്കൂടെയാട്ടോ നമ്മൾ ഈ ഒരു ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മൃഗങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. അതിന് ഇപ്പം മൃഗങ്ങളെ കാണുന്നുള്ളതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഉണ്ട്. ട്രക്കിങ് നമുക്ക് വരുന്നത് 5 കിലോമീറ്റർ ആണ് ടോട്ടല്. 3 മണിക്കൂറാണ്. ട്രക്കിങ്ങിന്റെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന പോലെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. വിറകുതോട് ചൂരൽത്തല ട്രക്കിംഗ് എന്നാണ് കേട്ടോ ഈ ഒരു ട്രക്കിങ്ങിന്റെ പേര് വന്നിട്ടുള്ളത്. ഈ ഒരു ട്രക്ക് മാത്രമാണ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാതെ നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഇനി ചിമ്മിനി പ്രൊവൈഡ് ചെയ്യുന്ന 2 ട്രക്കുകൾ കൂടിയുണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ അത്യാവശ്യം നല്ല കാട്ടിലൂടെയാണ് കേട്ടോ പോരുന്നത്. ഇപ്പൊ ഇതുവരെ വന്നതിൽ ഏറ്റവും തിക്കായിട്ടുള്ള ഒരു കാടിന്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ കാനകളും പുലിയും കുരങ്ങനൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഗൈഡ് ചേച്ചി, ഇപ്പൊ കുഞ്ഞിമോൾ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ പോണ ഏരിയ കരടിയുടെ മെയിൻ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ എപ്പോഴും കരടീനെയാണ് കാണാറുള്ളത് പറഞ്ഞു. അവർക്കൊരു മൂഡ് വരണമെങ്കിൽ എടി ഒരു മിനിറ്റ് ഡി. ഇപ്പൊ നമ്മള് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് പാറയും കല്ലൊക്കെയാണ്. വഴി മൊത്തം കാടാണല്ലോ, സ്വാഭാവികം. വെള്ളച്ചാട്ടം എന്താ അടുത്തെത്തിയിട്ട് അമ്മേ. ഈ വഴിയാണ് നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. വെള്ളച്ചാട്ടം അവിടെ കാണാനുണ്ട്. കുളിക്കാനൊക്കെ പറഞ്ഞോ ചേച്ചി. ഈശ്വര, ഭയങ്കര അവിടെ വലിയ പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം അവിടെ എത്തുന്നത്. പുതിയ സൗണ്ട് വരുന്നുണ്ടല്ലോ. എവിടെ കരിങ്കുരങ്ങിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഒരു ഗുഹയിലേക്ക് പോണ ഒരു ഫീലാട്ടോ നമ്മൾ ഈ വഴി പോകുമ്പോ. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. അതിൽ കുറച്ച് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇവിടെ കുറെ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഈ കുഴികളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കപ്പ് വെച്ചിട്ടുള്ളത്. നല്ല തണവാട്ട വെള്ളത്തിനൊക്കെ. നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടാ നമ്മളത് ഈ ഇറങ്ങി ചെല്ലണത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. നല്ല രസമാണ് കേട്ടോ നടക്കാനൊക്കെ.
പാലക്കാട്ടാണ് കേട്ടോ ഇവിടെ പോയിന്റ് വന്നിട്ടുള്ളത്. 3.5 കിലോമീറ്റർ ആണ് നമ്മൾ ഇവിടെ വരെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മൊത്തം നമുക്ക് 5 കിലോമീറ്റർ ആണ് ടോട്ടല് നമുക്ക് ഈ ഒരു ട്രക്കിങ് വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുക കേട്ടോ. ഈ തിരിച്ചിറങ്ങുന്നത് നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ റിസർവോയറിലേക്കാണ് കേട്ടോ. നമ്മളിതാ ചിമ്മിനി ഡാമിന്റെ താഴത്തെ പോർഷൻ അല്ലേ ഇത്? ആ, റിസർവോയറിന്റെ പോർഷനാട്ടോ അത് ഈ കാണുന്നത്. ഈ മല ഉണ്ടോ, ഇതിന്റെ അടിവാരത്തോടെ ആട്ടോ ഇപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങി ഇപ്പൊ ഈ വഴിക്ക് ഇപ്പൊ നമ്മളിവിടെ എത്തി നിൽക്കണു. ഇതാ ആണ് നമ്മുടെ ചിമ്മിനിയുടെ റിസർവോയർ. ഇതിന്റെ അപ്പുറത്തുള്ള ഭാഗത്തൊക്കെ ആനയും മയിലും കാട്ടുപോത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് പോവാണ്. വീണ്ടും ഈ വന്ന വഴിയൊക്കെ അല്ല, വേറെ വഴി കൂടെയാണ് പോവാണ്. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ വരാം. നമുക്കിങ്ങനെ അത്രയ്ക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ലെവൽ ട്രക്കിംഗ് ഒന്നുമല്ല. ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ലെവലുള്ളൊരു ട്രക്കിംഗ് ആണ്. അടിപൊളിയാണ്.